നെക്സ്റ്റ് ഡയറക്റ്റ് ഇമേജിനെ ഇൻവേഴ്സ് ഇമേജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ, നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം. ആർ എന്ന ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ്, വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. Then we have to find the direct image of the set E. What is this set E? Set E is set of all x such that 0 less than or equal to x less than or equal to 2. This is set x such that 0 less than or equal to x less than or equal to 2. 0 and 2 ന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പോൾ ഈ ആറിന്റെ സബ്സെറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് എക്സ് ബിലോങ്സ് ടു ദിസ് ക്യാപിറ്റൽ ആർ. സോ എക്സ് ഇസ് എ റിയൽ നമ്പർ ലൈങ് ബിറ്റ്വീൻ 0 and 2. So which is our closed interval 0, 2. Okay. നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് ഇമേജ് ആണ് കിട്ടേണ്ടത്. ഡയറക്റ്റ് ഇമേജ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡയറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇ ആണ് കിട്ടേണ്ടത്. അതായത് എഫ് ഓഫ് ഇയിലെ മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയിലുള്ള ഓരോ എക്സ് എടുത്തിട്ട് അതിന്റെ ഇമേജ് എടുക്കണം. അതായത് എഫ് ഓഫ് എക്സ് എടുക്കണം. അപ്പം ക്ലോസ്ഡ് ഇന്റർവൽ 0, 2 വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും ഇമേജ്, അതായത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 2 വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും ഇമേജ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇവിടെ ഏതാ, എക്സ് സ്ക്വയർ ആണ്. സോ ക്ലോസ്ഡ് ഇന്റർവൽ 0, 2 എല്ലാ എലമെന്റ്സിന്റെയും സ്ക്വയർ എടുത്താൽ മതി. അങ്ങനെ സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് ക്ലോസ്ഡ് ഇന്റർവൽ 0, 4 കിട്ടും. അതേതാ സെറ്റ്? സെറ്റ് ഓഫ് ഓൾ y such that 0 less than or equal to y less than or equal to 4. ഇനി ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ തെറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ അതിന്റെ ഗ്രാഫ് വരച്ചു നോക്കുക. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ക്ലോസ്ഡ് ഇന്റർവൽ 0, 2 എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഇത്രയും പോർഷൻ, ഇതിന്റെ ഡയറക്റ്റ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സുകളുടെ ഇമേജ്, ഇതിന്റെ നേരത്തെ വരുന്ന ഗ്രാഫ് നോക്കിയാൽ മതി. എത്ര വരും? ഇത് മുതൽ ഇത്ര വരെ വരും. അപ്പം ഏതൊക്കെ വൈകളാ അത്? ഇത് മുതൽ ഇതുവരെ. അതാണ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 4 നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഡയറക്റ്റ് ഇമേജ് കണ്ടുപിടിക്കുന്നത്. ഇനി ഞാൻ ഇൻവേഴ്സ് ഇമേജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഈ കണ്ടുപിടിച്ച ഈ എഫ് ഓഫ് ഇ 0, 4 ക്ലോസ്ഡ് ഇന്റർവൽ 0, 4 ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് എടുത്ത് നോക്കുന്നു. ഈ സെറ്റിന് ഞാൻ ജി എന്ന് പേര് വിളിക്കുന്നു. ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് കണ്ടുപിടിക്കുന്നു. ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ ഞാൻ ചോദിച്ച പോലത്തെ ഒരു പ്രോബ്ലം ആണ്. അതായത് ഞാൻ എയും ബിയും ഇവിടെ നിങ്ങളോടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചു, ഇവിടെ നിങ്ങളൊരു ജി എടുത്തിട്ട് അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇവിടെ എടുത്തിട്ട് അതിന്റെ ഡയറക്റ്റ് ഇമേജ് എടുത്താൽ ജി കിട്ടുമോ എന്ന് ചോദിച്ചു. അതുപോലെ തിരിച്ച് ഞാൻ ഇവിടെ ഒരു ഇ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ ഡയറക്റ്റ് ഇമേജ് എഫ് ഓഫ് ഇ ഇവിടെ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടുപിടിച്ചാൽ അതും ഇയുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? അത് ഇ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇന്റെ സബ്സെറ്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇന്റെ സൂപ്പർ സെറ്റ് ആയിരിക്കുമോ, അതോ ഇതൊന്നുമല്ലേ? ഇതാണ് ചോദ്യം. സോ അതിന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഇ എടുത്തു. ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0, 2 ആയിരുന്നു. എഫ് ഓഫ് ഇ കണ്ടുപിടിച്ചു, അത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 4 ആണ്. ഇനി അതിന്റെ ഇൻവേഴ്സ് ഇമേജ് വേണം. അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കല്? ഒരു സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻവേഴ്സ് ഇമേജ് ഡൊമൈനിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഡൊമൈനിലുള്ള ഏതൊക്കെ എലമെന്റ്സാ വരിക? ഒരു എലമെന്റ് എക്സ് എടുത്താൽ അതിന്റെ ഇമേജ് എവിടെ കിടക്കണം? എഫ് ഓഫ് ഇയിൽ കിടക്കണം. അങ്ങനെയുള്ള ഇവിടെ ഡൊമൈനിലുള്ള എക്സുകളായിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇയിൽ വരിക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ ജി എന്ന് വിളിച്ചാൽ എഫ് ഇൻവേഴ്സ് ഓഫ് ജിയിൽ വരിക. സോ അത് ഏതൊക്കെ എലമെന്റ്സ് ആയിരിക്കും? അതായത് ഏതൊക്കെ റിയൽ നമ്പേഴ്സിന്റെ ഇമേജ് എടുത്താൽ അത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 4 വരും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ എടുത്താൽ
ഇപ്പം നമ്മൾ ഇതെന്തായി മാറി? ഏതൊക്കെ റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ അത് ക്ലോസ്ഡ് ഇന്റർവൽ 0-4 വരും. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0-2 എല്ലാ എലമെന്റ്സുകളുടെയും സ്ക്വയർ ക്ലോസ്ഡ് ഇന്റർവൽ 0-4 വരും. അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും എലമെന്റ്സുകളുടെ സ്ക്വയർ എടുത്താൽ ഇതിൽ വരുമോ? ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം നിങ്ങൾ ഫിഗർ വരച്ചു നോക്കുന്നതാണ്. ഈ ഫിഗറിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0-4 ഇൻവേഴ്സ് ഇമേജ് ആണ്. അതിനെന്ത് ചെയ്താൽ മതി? അത്രയും പാർട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ നേർക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു നോക്കുക. അത് നമ്മൾ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ എടുക്കുക. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും ഇമേജ്, അല്ലെങ്കിൽ ഇവിടെ കൂടെ വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ എല്ലാ പോയിന്റ്സും കൂടിയും പാസ് ചെയ്യും. സോ ഇത്രയും പോർഷൻ്റെ y കോർഡിനേറ്റ്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0-4 ആണ്. സോ ക്ലോസ്ഡ് ഇന്റർവൽ 0-4ലേക്ക് മാപ്പ് ചെയ്യുന്ന ക്ലോസ്ഡ് ഇന്റർവൽ 0-4 ഇമേജസ് ആയിട്ട് വരുന്ന ഏതൊക്കെ എക്സുകൾ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ 0-4 പ്രീ ഇമേജസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത്രയും പാർട്ടിന്റെ എക്സ് ആക്സിലേക്ക് വരുന്ന, ചിത്രം വരച്ചതിന്റെ കുഴപ്പമാട്ടോ, എക്സ് ആക്സിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരുന്ന ആ ഒരു സംഭവം നോക്കിയാൽ മതി. എത്ര വരും? ഇത് മുതൽ ഇതുവരെ വരും. ഇത് മുതൽ ഇതുവരെയുള്ള പാർട്ട്, ഇതിലെ ഏത് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്ക്വയറുകളൊക്കെ ഈ ഇത്രയും പോർഷനിലാണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ഇന്റർവൽ 0-4 ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും? -2 to 2 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 2 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്താണ്? ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇ ആണ്. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ ആണ്. ആ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ അത് ഇ ആണോ? ഇ എന്താണ്? ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0-2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ നോട്ട് ഈക്വൽ ടു ഇ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ നോട്ട് ഈക്വൽ ടു ഇ ആയിരിക്കും. അപ്പൊ എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇയും ഇയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഏത് സെറ്റാ വലുത്? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ ആണ് വലുത്. ഇ എപ്പോഴും എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതായത് നമുക്ക് എഴുതാം ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ. ചില കേസിൽ ഇയും എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇയും ഈക്വൽ ആയിട്ട് വരും. അത് ഏത് കേസാണെന്ന് ആലോചിച്ച് വെക്കുക. അടുത്ത വീഡിയോയിൽ പറയും. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, ഈ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ. ഓക്കെ, ഇനി തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുമ്പോൾ, ഇതിപ്പം ഡയറക്റ്റ് ഇമേജ് കണ്ടിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുത്തു. ഇനി ഇൻവേഴ്സ് ഇമേജ് കണ്ടിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇൻവേഴ്സ് ഇമേജ് കണ്ടിട്ട് അതിൻ്റെ ഡയറക്റ്റ് ഇമേജ്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സെറ്റ് എടുക്കുന്നു. സേ എച്ച് എന്ന് പറയുന്ന സെറ്റ്, y such that -1 less than or equal to y less than or equal to 1. ഇത് ഞാൻ നമ്മളെ കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ഏതാ സെറ്റ്? ഇത് ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആണ് എച്ച് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ അവിടുന്ന് അതിൻ്റെ, ഇവിടെയാണ് എച്ച് ഇരിക്കുന്നത്, അവിടുന്ന് ഞാൻ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്നു.
എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച്. ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? ഫംഗ്ഷൻ എന്താ ഇവിടെ? ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അതായത് ഏതോ നമ്പേഴ്സ് സ്ക്വയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് -1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലുള്ള എല്ലാ എലമെന്റ്സും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ടായിരിക്കും വരിക. അപ്പം അത് ഏതൊക്കെയായിരിക്കും? ഇതിനും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഈ ചിത്രത്തിൽ -1 എന്ന് പറഞ്ഞ താഴെ y ആക്സിസിൽ താഴെ വരുന്ന ഇത്രയും പോർഷനാണ് -1. ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ y ആക്സിസിൽ ഏത് പോർഷനാണോ നമ്മൾ എടുത്തത് അവിടെ കൂടിയൊക്കെ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഗ്രാഫിന് ടച്ച് ചെയ്യുന്ന പോയിന്റ്സുകൾ, ഇപ്പൊ ഈ പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സിന്റെ നേർക്ക് താഴത്തേക്ക് വരുന്ന ഹൊറിസോണ്ടലായിട്ട് വരുന്ന എക്സ് കോർഡിനേറ്റ് അത് നമ്മളെ ഇൻവേഴ്സ് ഇമേജിൽ വരും. ഇതിപ്പോ ഇവിടെ തട്ടുമ്പോൾ ഇവിടെ താഴത്തേക്ക് വരുന്ന എക്സ് ഇമേജ് വരും. ഇങ്ങനെ എവിടെയൊക്കെ ഗ്രാഫിന് ഈ ഹൊറിസോണ്ടൽ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ടോ അതിന് നേർക്ക് വരുന്ന അതിൻ്റെ ആ പോയിന്റിൽ കൂടി വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ വെർട്ടിക്കൽ ലൈൻ നമ്മളെ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് നമ്മുടെ ഇൻവേഴ്സ് ഇമേജിൽ വരുന്ന എലമെന്റ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര പോർഷൻ വരും? ഈ താഴെ 0 മുതൽ -1 വരെയുള്ള പോർഷനിൽ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും നമ്മുടെ ഗ്രാഫിന്റെ പോർഷൻ ഇല്ല. അപ്പൊ നമ്മൾ അവിടെയൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ 0 മുതൽ 1 വരെ അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജുകളൊക്കെ എവിടെയായിട്ട് വരും? ഇത്രയും പോർഷനേ വരുള്ളൂ. ഇത് മുതൽ ഇത് വരെ ഇല്ല. അതെന്തായിരിക്കും? ഒന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ ഇതെടുത്ത് നോക്കിയാൽ മതി. എന്താണ് -1 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് എടുത്താൽ ശരിയാവില്ല കേട്ടോ. ജസ്റ്റ് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ ശരിയാവില്ല. ഈ ഫിഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആലോചിക്കണം. കാരണം -1 മുതൽ 0 വരെ ഉള്ളത് അത് നമ്മളെ റേഞ്ചിൽ ഇല്ലാത്ത കാര്യമാണ്. കോളമയിലെ മെമ്പർ ആണെന്നേ ഉള്ളൂ, റേഞ്ചിൽ വരാത്ത എലമെന്റ്സ് ആണ്. സോ നമ്മൾ 0 മുതൽ 1 വരെ ഇത് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന എലമെന്റ്സ്. സോ ഇതിന്റെ സ്ക്വയർ റൂട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എന്തൊക്കെയായിരിക്കും വരിക? പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് സ്ക്വയേഴ്സ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ റൂട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം, സെക്കൻഡ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഇഫ് a less than or equal to x square less than or equal to b ആണെങ്കിൽ എക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എന്ത് ചെയ്താൽ മതി? കാരണം നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പം എയും ബിയും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. സച്ച് ദാറ്റ് a less than or equal to x square less than or equal to b ആണെങ്കിൽ എക്സ് ലൈസ് ബിറ്റ്വീൻ മൈനസ് ഇതിന്റെ തിരിച്ചു വരും -√b less than or equal to x less than or equal to -√a and കഴിഞ്ഞിട്ടില്ല a less than √a less than or equal to x less than or equal to √b. ഈ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എഴുതിയെന്ന് എത്തിയത് ഇവിടെ നിങ്ങൾ h എന്ന് പറയുന്നത് -1 ആണ്. അതിൽ -1 മുതൽ 0 വരെ നിങ്ങൾക്ക് റേഞ്ചിൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0-1 വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് 0 less than or equal to x square less than or equal to 1 ആവുന്ന സമയത്ത് x എങ്ങനെയായിരിക്കും എന്നാണ് നോക്കേണ്ടത്. അപ്പം x എങ്ങനെയായിരിക്കും? -√1. ആ റിസൾട്ട് വെച്ചിട്ട് -√1 എന്ന് പറയുമ്പോൾ -1 1 second.
ആ റിസൾട്ട് വെച്ചിട്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ നെഗറ്റീവ് റൂട്ട് ദാറ്റ് ഈസ് 0 ആൻഡ് പിന്നെ ഇതിൻ്റെ റൂട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് 1. ഇത്രയും ആയിരിക്കും നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആയിട്ട് വരിക. സോ ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആണ്. സോ ഇനി നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് ഇമേജ് കാണാൻ പോവുകയാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഇത് സെറ്റ് എക്സ് എന്നൊക്കെ എഴുതണേ, ഞാനതിനൊന്നും എഴുതിയിട്ടില്ല, ഇതൊന്നും നൊട്ടേഷൻ കറക്റ്റ് അല്ല. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ -1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ എക്സുകളുടെയും സ്ക്വയേഴ്സ് എടുക്കണം. സ്ക്വയേഴ്സ് എടുത്താൽ എന്ത് കിട്ടും? ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 കിട്ടും. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ലുള്ള എല്ലാ എലമെൻസിൻ്റെയും സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുത്താൽ അതും എന്ത് കിട്ടും? ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 കിട്ടും. സോ ഇത് ഫൈനലി നിങ്ങൾക്ക് എന്ത് എഴുതാം? set of all y such that 0 less than or equal to y less than or equal to 1 കിട്ടും. അത് എച്ചും സെയിം ആണോ? എച്ച് എന്ന് പറയുന്നത് -1 ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആയിരുന്നു. ഇത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ആണ്. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും. ഏതാണ് വലിയ സെറ്റ്? വലിയ സെറ്റ് എച്ച് ആണ് വലിയ സെറ്റ്. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം? എച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പറയാൻ പറ്റും എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഈസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച്. ചില സമയത്ത് മാത്രം ഇത് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. അത് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ഈ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തോ? ഈ കേസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-4 ആകുന്ന സമയത്ത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ a less than or equal to x square less than or equal to b ആവുന്ന സമയത്ത് -√b less than or equal to x less than or equal to √a. അപ്പോൾ അതെന്ത് വരും? -2 less than or equal to x less than or equal to 0 എന്ന് വരും. ആൻഡ് 0 less than or equal to x less than or equal to 2 എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ a less than or equal to x square less than or equal to b എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് ഒന്നും വരുന്നില്ല. ഇത് കണ്ടിന്യൂസ് ഇൻ്റർവെൽ ആണ്. -2 മുതൽ +2 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻ്റർവെൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് -2 എന്ന് എഴുതാം. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സെറ്റ് കിട്ടിയിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ചെയ്യാൻ ഡയറക്റ്റ് ഇതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതുക. തെറ്റുന്നവർക്കാണ് ഞാൻ പറഞ്ഞത്. കാരണം ചിലവരോട് ഈ നെഗറ്റീവ് പാർട്ട് അങ്ങ് വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എല്ലാം ഡയറക്റ്റ് ഇത് ഇങ്ങനെ കണ്ടാൽ ഇത് ഇങ്ങനെയാണെന്ന് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇങ്ങനെ ആയിരിക്കും അറിയാവുന്നവർ ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതുപോലെ ഇവിടെ എച്ച് ഈക്വൽ ടു സെറ്റ് വൈ സച്ച് ദാറ്റ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ അതിൻ്റെ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എടുക്കുന്ന സമയത്ത് ഈ സെറ്റ് ഇത് കറക്റ്റ് അല്ല കേട്ടോ, മിസ്റ്റേക്ക് ഉണ്ട്. ഇത്
ഇങ്ങനെയാണ് വരുന്നത്. കാരണം ഇതിന് പകരം ഈ കണ്ടീഷൻ ഇത് എഴുതണം. -1 less than or equal to x less than or equal to 0 and 0 less than or equal to x less than or equal to 1. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എച്ചിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഇമേജ് എടുക്കുന്ന സമയത്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ഒരു എക്സ് സ്ക്വയർ ഫോം വന്നാൽ ഈ -1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കുള്ള എക്സിൻ്റെ സ്ക്വയറുകൾ എവിടെ തന്നെ കിടക്കുക? 0-1 കിടക്കുക. സോ ഇത് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇതിന് പകരം ഈ സച്ചിദാരിന് ശേഷമുള്ള ഇതിന് പകരം ഈ ബോക്സിൽ എഴുതിയിരിക്കുന്നത് എഴുതണം. ഓക്കെ, അടുത്ത പ്രോബ്ലം f of x equal to 1/x², x not equal to 0, x belongs to R. ഈ ഫംഗ്ഷനും ഇതും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരച്ചു നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? 1/x² ആണ്. x² ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. 1/x² എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവും ആയിരിക്കും, 1-നേക്കാളും ചെറുതുമായിരിക്കും. സോ അത് എവിടെ കിടക്കും? 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള ഇത്രയും പോർഷനിലേ ഉള്ളൂ ഗ്രാഫ് ഉണ്ടാകുള്ളൂ. എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇവിടെ നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 1, ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എന്നുള്ള അതിൻ്റെ അകത്തായിരിക്കും. സോറി, റേഞ്ച് അല്ല, ഇവിടെ ഡൊമൈൻ എന്ന് പറയുമ്പം ഡൊമൈൻ ഓഫ് എഫ് എക്സ് എവിടെ നിന്ന് വരുന്നത്? എക്സ് റിയൽ നമ്പേഴ്സ് ആണ്. എക്സിൻ്റെ വാല്യൂസ് 0 ആവാൻ പാടില്ല. സോ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് R-Z 0 ആയിരിക്കും. റേഞ്ച് ഓഫ് എഫ് എങ്ങനെയായിരിക്കും വരിക? റേഞ്ച് ഓഫ് എഫ് എക്സിന് 0 ഒഴിച്ച് ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം. സോ എക്സിന് റിയൽ നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും x² പോസിറ്റീവ് ആയിരിക്കും. 1/x² ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഇതിൻ്റെ x 0 കൊടുക്കുന്നില്ല. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഹാഫ് ഓപ്പൺ 0 ക്ലോസ്ഡ് 1 ആയിരിക്കും. സോ ഇതിൻ്റെ ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ 2-3 പോയിന്റ്സും മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. x-1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് +1 കിട്ടും, +1 കൊടുത്താലും +1 കിട്ടും, 2 കൊടുത്താൽ 1/4 കിട്ടും. സോ ഇങ്ങനെ വരും. -2 കൊടുത്താൽ 1/4 കിട്ടും, +2 കൊടുത്താൽ, അതായത് സിമെട്രിക് അബൌട്ട് y ആക്സിസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ -∞ കൊടുത്താൽ ഇത് 0ലേക്ക് അസിംപ്റ്റോട്ടിക്കലി പോകുന്ന ഗ്രാഫ് ആയിരിക്കും. സോ ഇത് ഇങ്ങനെ വന്ന് റേഞ്ച് ഓഫ് എഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 അല്ല കേട്ടോ. കാരണം 1ൻ്റെയും -1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കുള്ളതും 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ളതും ഫ്രാക്ഷൻസ് ആണ്. ഈ ഫ്രാക്ഷൻസ് ഇവിടെ എക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ പറയുക, ലാർജ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് സേ 1/2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/4, 1/1/4 ദാറ്റ് ഈസ് 4. അതായത് ഇതിങ്ങനെ പോകും. അതായത് ഇതിങ്ങനെ 0ൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇൻഫിനിറ്റിയിലേക്ക് അങ്ങനെ പോകും. അതുപോലെ തന്നെ ഇവിടെയും 0ൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകും. 0യിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതായത് y ആക്സിസിനോട് അസിംപ്റ്റോട്സ് ആയിട്ട് ഇങ്ങനെ പോകും. സോ ഇതാണ് നമ്മളെ 1/x² എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പം R+ൽ 0 ഒഴിച്ചുള്ള, അതായത് ഗ്രാഫ്
എക്സ് ആക്സിന്റെ മുകളിലേക്കാണ് വരുന്നത്. 0 അതിന്റെ ഇമേജ് അല്ല, അതിന്റെ മുകളിലേക്കുള്ള എല്ലാ പാർട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനെ r+-z0 എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഒരു സെറ്റ് ഇ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ എന്താ, സെറ്റ് ഓഫ് ഓൾ x belongs to R such that 1 less than or equal to x less than or equal to 2. 1 ഉം 2 ഉം ഇതിന്റെ ഇടയ്ക്കുള്ള എല്ലാ എക്സുകളുടെയും കളക്ഷനാണ് ഇതാണ് നമ്മൾ ഇ എന്ന് പറയുന്ന സെറ്റ്. ഈ ഇന്റെ ഡയറക്റ്റ് ഇമേജ് വേണം. ഡയറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ജസ്റ്റ് വേർട്ടിക്കൽ ലൈൻസ് വരച്ച് നോക്കിയാൽ മതി. അപ്പൊ ഈ ഇത്രയും പോർഷന് നേർക്ക് വരുന്ന ഹൊറിസോണ്ടലായിട്ട് വരച്ച് നോക്കിയാൽ ഇവിടെ വരുന്ന പോർഷനാണ്. സോ ഇത്രയും പോർഷനാണ് നമുക്ക് കിട്ടേണ്ടത്. സോ അതിനെന്ത് ചെയ്താൽ മതി, നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ, ഇതിലത്തെ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയിലുള്ള എലമെന്റ്സുകളുടെ എഫ് ഓഫ് ദാറ്റ് ആണ്, അതിന്റെ ഇമേജസ് ആണ്. ഇവിടെ ഇമേജസ് എങ്ങനെ കാണേണ്ടത്, 1/x² ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് പറയാം, 1/x² such that 1 less than or equal to x less than or equal to 2. 1 2 ഇടയ്ക്കുള്ള എല്ലാ എക്സുകളും എടുത്തിട്ട് അതിന്റെ 1/x² കണ്ടാൽ മതി. സോ അതെന്തായിരിക്കും, x² എന്ന് പറഞ്ഞാല് 1 4 ഇടയ്ക്കായിരിക്കും. അതായത് സെറ്റ് ഓഫ് ഓൾ y നമുക്ക് 1/x² നമുക്ക് y എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഞാൻ അതിനെ 1/x² such that 1 less than or equal to x² less than or equal to 4 എന്ന് എഴുതി. such that 1/x² നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്ത് ചെയ്താൽ മതി, നിങ്ങളിവിടെ റെസിപ്രോക്കൽ എടുത്ത് നോക്കിയാൽ മതി. റെസിപ്രോക്കൽ അല്ല, ഇൻവേഴ്സ് എടുത്ത് നോക്കിയാൽ 1/1 less than or equal to 1/x² less than or equal to ഇൻഇക്വാലിറ്റി തിരിഞ്ഞു വരും. സോ 1/1 1 greater than or equal to x² തിരിച്ചിടുമ്പോൾ 1/x² less than or equal to തിരിച്ചിടുമ്പോൾ greater than or equal to 4 തിരിച്ചിടുമ്പോൾ 1/4. സോ നിങ്ങൾക്ക് കിട്ടി 1/4 is less than or equal to 1/x² less than or equal to 1. സോ ഈ സെറ്റിൽ വരേണ്ട 1/x² ഞാൻ അതിനെ y എന്ന് വിളിച്ചാൽ y എന്തിന്റെ ഇടയ്ക്കായിരിക്കണം, y 1/4 1 ഇടയ്ക്കായിരിക്കണം. സോ നിങ്ങൾക്ക് ഈ സെറ്റ് കിട്ടും. സോ ഇങ്ങനെയാണ് എഫ് ഓഫ് ഇ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇൻവേഴ്സ് ഇമേജ്. ജി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്ന സെറ്റ് സെറ്റ് ഓഫ് ഓൾ x belongs to R such that 1 less than or equal to y less than or equal to 4. അതായത് ഇത് മുതൽ ഇവിടെ ഒരു 4 ഉണ്ടാവും, അതുവരെയുള്ള ഇത്രയും എലമെന്റ്സ് ആണ് 1 less than or equal to y less than or equal to 4. ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് ചോദിച്ചത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ താഴെ ഒരു സ്ക്വയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് സിമെട്രി വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഈ പ്രീ ഇമേജസിന്റെ പാർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കണം. സോ ഇത്രയും പാർട്ടിന്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു നോക്കിയാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഇത്രയും പോർഷന്റെ എക്സ് ഇമേജസ് വേണം. സോ അത് ഇത് മുതൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും.
ഇത്രയും വരും. സോ ഇത് കണ്ടുപിടിക്കണം. സോ ഈ ചിത്രം മനസ്സിലിട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തന്ന കണ്ടീഷൻ ആദ്യം എടുക്കുക. തന്ന കണ്ടീഷൻ എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പം നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് പറയുമ്പോൾ ഏതൊക്കെ എഫ് ഓഫ് എക്സുകൾ ഈ ഇന്റർവെല്ലിൽ വന്നിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x² എന്നാണ്. സോ ആ 1/x² ഇതിൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെ എക്സിനാണെന്ന് നോക്കിയാൽ മതിയല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇതിനെ മാറ്റി എഴുതും. ഇങ്ങനെയുള്ള എക്സുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് ജി കിട്ടും. സോ ഇങ്ങനെയുള്ള എക്സുകൾ കിട്ടാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഇതിനെ 1/x² മാറ്റി x² ആക്കണം. സോ ഇതിനെ ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഇക്വാലിറ്റീസ് ഒക്കെ തിരിഞ്ഞു വരും. സോ 1/1 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/x² ഇൻവേർട്ട് ചെയ്യുമ്പോൾ അത് x² ആകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. 4 ഇൻവേർട്ട് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. ഇപ്പം ഞാനിതിനെ ഒരു ഓർഡറിൽ എഴുതാം. 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്നുള്ള റിസൾട്ട് ആണ്. സോ ആ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് മൈനസ് എക്സ് എവിടെയാണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ്? -√a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു √b. അപ്പം -1ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെ. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ റൂട്ടിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -1/2. തീർന്നോ? ഇല്ല. ആൻഡ് പിന്നെ എന്ത് വേണം? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് √a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു √b എന്നും കൂടി വേണം. സോ √a എന്താണ്? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു √b എന്താണ്? 1ന്റെ റൂട്ട് 1. സോ ഇത്രയും എക്സുകൾ വരും. സോ അതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇൻവേഴ്സ് ഇമേജ് കണ്ടുപിടിക്കുക. ഓക്കെ.